എന്നിട്ട് നീ സന്ധ്യയാകുമ്പോൾ തമ്പേറെടുത്ത് അടിക്കണം. ചിലപ്പോൾ അവനൂടെ വന്ന് കൂടെ ഇരിക്കും. നീ കിണറുമെല്ലാം മൂടിയിട്ട് മോട്ടർ അടിച്ച് മേളിൽ കയറ്റിച്ച് നീയും ചൂസമ്മയും കൂടെ ഈ വെള്ളമെല്ലാം മൊത്തം ചിലവാക്കി ഇടിച്ചേച്ച് സന്ധ്യയാകുമ്പോൾ പറയാ അവൻ അന്ത്യകാലം വന്നെടുത്ത് പെന്തിക്കോസിൻ അവൻ 5 ഇഞ്ചിന്റെ മെറ്റിൽ നിന്റെ ആദ്യം നിന്റെ പെമ്പളയുടെ ഉച്ചി അവൻ തകർക്കും. ഉന്നമുള്ളവനാന്ന് ഒറ്റ കയറി മതി. ഏത് കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ സേവിക്കാം. ചില സ്ഥലങ്ങളിൽ എല്ലാവർക്കും പോകാനൊക്കത്തില്ല, യേശുവിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വരാം. ചില രാജ്യത്ത് എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല, പക്ഷെ യേശുവിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വരാം. ചില പ്രത്യേക ഇടങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമയത്തും പോകാൻ ഒക്കത്തില്ല, പക്ഷെ യേശുവിൻ്റെ ഇടയ്ക്ക് ഏത് സമയത്തും ആർക്കും വരാം. സ്തോത്രം. പ്രായമുള്ള വലിയ തള്ളയ്ക്ക് വരാം. യേശു തള്ള ഇങ്ങോട്ട് മാറുന്നാട്ടെ, ഞാൻ അങ്ങോട്ട് പോട്ടെന്നൊന്ന് യേശു പറയല്ല, ഇനി വരാൻ പറയും. ഇവിടെ ഒരു കൂനിത്തള്ള ആയുസിന് വരാത്തൊരു തള്ള വന്നു. യേശു പറഞ്ഞ് ബന്ധനം അഴിച്ചെന്ന്. തള്ള നല്ല കമ്പിപടി പോലെ നടന്നു പോയി. സ്തോത്രം. രക്തസർവക്കാരി 12 കൊല്ലമായിട്ട് പരുവക്കേടാണ്. അവൾ ദേഹത്തെങ്ങാണ്ട് തൊടാൻ വന്നത് ആ തെള്ളു കാരണം തുണിയിലാ കൊണ്ടത്. അന്നേരം അവൾക്ക് സൗഖ്യം കിട്ടിയെന്നുള്ളതാണ്. സ്തോത്രം. മനസ്സിലായോ? എന്നാൽ ഇനിയും അടുത്ത സമയത്തെങ്കിലും ഞാൻ ആരെയും കാണുന്നില്ല, ഇല്ല തള്ള എന്നെ തൊട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വീട്ടിലോട്ട് പോവുക. വീട്ടിലും വരും. നീ യേശുവിനെ കാണാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. യേശു നിന്റെ അടുക്ക വരും. അതിന് കാരണം പറയാം, ജീവനുള്ളത് അയ്യോ നടക്കുമെന്ന്. കണ്ണുണ്ട് കാണും, ചെവിയുണ്ട് കേൾക്കുന്നുണ്ട്, മൂക്കുണ്ട് മണക്കുകയും ചെയ്യും. സ്തോത്രം. ജീവനുള്ള ദൈവമാ. നീ ദൈവത്തെ തപ്പി അങ്ങോട്ട് പോകണ്ട, നിന്റെ അടുക്കലേക്ക് വരുന്നവനാവിടുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം, അറിയാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. അതുപോലെ മഹത്വമുള്ളവനാ ക്രിസ്തു. അതാണ് സുവിശേഷം. ആട്ടെ, ഞാൻ ഇന്ന് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇവർ പറഞ്ഞ സമയത്ത് നിർത്താനാണ് ഞാനും താല്പര്യപ്പെടുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മോളൊന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. മോനെ എനിക്ക് എന്ത് ജാക്സൺ മോനെ എനിക്ക് അങ്ങോട്ട് സംസാരിച്ചിട്ടൊരു ഇത് വരുന്നില്ല. അതെന്തോ ഫീഡ്ബാക്ക് എന്താണ്? ഹല്ലേലൂയ. എനിക്കൊരു ഇതോട് ഇങ്ങോട്ടൊന്ന് ചരിച്ച് വെച്ച് നോക്കി. എന്താണ് ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പറയേണ്ടി വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലെ കൈതല്ലേ പെട്ടെന്ന് വിടി കിട്ടി. പുള്ളി കൃപയാ. അപ്പൊ ശ്രദ്ധിച്ചേ, ആ യേശുക്രിസ്തുവിനെ അറിയുവാനും ആരാധിപ്പാനും നമുക്ക് ദൈവം ഭാഗ്യം നൽകി. ഇതുവരെയും കർത്താവിനെ അറിയാത്ത, അനുഗമിക്കാത്ത, ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രാത്രി നല്ല അവസരവും കൂടെ തരിക. നീ 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, ഒരു മെഴുകുതിരി പോലും ഇവിടെ കൊണ്ടുവരണ്ട. നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. യേശുക്രിസ്തുവിന് പൂവൻ കോടി വേണ്ട, യേശുക്രിസ്തുവിന് 5 സെന്റ് സ്ഥലം വേണ്ട, യേശുക്രിസ്തുവിന് തുണി കൊണ്ട് കൊടുക്കണ്ട. എന്നാ ഇച്ചിരി തുണി ഉടുത്തോണ്ട് അവിടെ ഇരിക്കും. യേശുവിന് തുണിയൊന്നും വേണ്ട. എന്നാ 10 രൂപ. എന്നെ ഭിക്ഷക്കാരനാണോ? യേശുവിന് കാശ് വേണ്ട. എന്നെ പിന്നെ സ്വോത്രകാഴ്ച എടുത്തത് പുള്ളി പരുവക്കേടായതുകൊണ്ടാണ്. സ്തോത്രം. അതായത് യേശുവിന് പരുവക്കേട് ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം എന്തായാലും ലൈറ്റ് മൈക്ക് ജാക്സന് കൊടുക്കണം. യേശുദാസ് 3 ദിവസമായിട്ട് കിടന്ന് 4 കീബോർഡ് വെച്ച സ്തോത്രം. അപ്പോൾ അതൊക്കെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം, എനിക്ക് തരണം. പിന്നെ അതിനല്ല, യേശുവിന് കാജില്ലായിട്ടല്ല. സ്തോത്രം. തന്നെയല്ല, പിന്നെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇതിടുന്നത് ഒരു യാഗമാണ്, ഒരാരാധനയാണ്. ഈ ആരാധനയിൽ നിങ്ങളും പങ്കു ചേർന്നു. അതൊരു അനുഗ്രഹവുമാണ്. ദൈവത്തിന് മഹത്വം. കൊടുക്കുന്നത് ഒരു ആരാധനയാണ്, ഒരു യാഗമാണ്. ആ യാഗത്തിൽ നിങ്ങളും കൂട്ടായ്മ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു ആമേൻ നിന്നെ രക്ഷിക്കും. രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ ക്രിസ്തു. അതെ, ആ കർത്താവിന്റെ കൃപയിൽ വന്ന ദൈവസഭയ്ക്ക് ഉപദേശ സത്യത്തിൽ നിലനിൽക്കുവാൻ എഴുതിയ ലേഖനങ്ങളാണ് 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ.
ഇതിലെ സിംഹഭാഗ ലേഖനങ്ങളും എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസാണ്. സിംഹഭാഗ ലേഖനം ഏതാണ്ട് 14 ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്, നമുക്കറിയാം. അതിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് 4 നിലകളിലാണ് ലേഖനത്തെ തരംതിരിച്ചിരിക്കുന്നത് ഈ വേറെ പുസ്തകം വ്യാഖ്യാനിക്കുന്നവർ. ഒന്ന്, രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2, ക്രിസ്തുശാസ്ത്രപരമായ ലേഖനം. 3, സഭാശാസ്ത്രപരമായ ലേഖനം. 4, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അത് രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനങ്ങൾ. രക്ഷാതത്വം എന്താ? ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പിശാചിന്റെ പിടിയിൽ നിന്ന്, നാശകന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുക എന്നാണ്. അതിന് കാശ് മുടക്കൊന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയ, അനുദപിച്ച് എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ ഞങ്ങളുടെ മകനാക്കി മകളാക്കി തീർക്കണം. ആമേൻ, മതി, രക്ഷിക്കപ്പെടും. ഒരു പൈസയും മുടക്കില്ല. സ്തോത്രം. ആരാ രക്ഷിക്കുന്നത്? യേശു ക്രിസ്തു. വേറെ ആരെങ്കിലും രക്ഷിക്കുമോ? രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടുന്ന് മാത്രമേ രക്ഷിപ്പാൻ വല്ലവത്തമുള്ളത്. അപ്പൊ രക്ഷയുടെ ത്രികാലമൊക്കെ പറയേണ്ടത് ആ ഭാഗം പോട്ടെ. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവിൻ, രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ്. എഫേസ്യ ലേഖനമൊക്കെ ആ ലേഖന പരമ്പരകളിൽ പെടും. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം. യേശു ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. 50 വർഷമോ 100 വർഷമോ 1000 വർഷം പഴക്കമല്ല ദൈവത്തിന്. അങ്ങനെ ചിന്തിക്കരുത്. സ്തോത്രം. ഇപ്പോഴത്തെ മോഡേൺ ദൈവങ്ങളെല്ലാം, പെണ്ണുങ്ങളെല്ലാം ദൈവം കളിക്കുക. നല്ല കാശുവാ. ആണുങ്ങളും ദൈവം കളിക്കുന്നുണ്ട്, പക്ഷേ കൂടുതലും കാശ് പെണ്ണുങ്ങൾ ദൈവം കളിക്കാനാ. അവർക്ക് അതിൻ്റെ മട്ടം അറിയാം. ആണുങ്ങളവിടെ കുന്തം പിടിച്ചോണ്ടിരിക്കുക, കാശൊന്നും അധികം മനസ്സിലായില്ല. നീ ഇങ്ങനെ മുപ്പല്ലിയും പിടിച്ചോണ്ടിരിക്കാണ്, പെണ്ണുങ്ങൾക്കാ കാശ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് സ്വഭാവത്താൽ ഈ പുരുഷനും സ്ത്രീയും ഒന്നും ദൈവമല്ല, മനുഷ്യരല്ലേ. സ്തോത്രം. ദൈവം ഒരുവനേ ഉള്ളൂ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും, അണ്ടകടാങ്ങളെയും, ഈ നക്ഷത്രമണ്ഡലങ്ങളെയും, ഈ കാണുന്ന ഭൂചര ഖേചര വസ്തുക്കളെ സകലത്തെ സൃഷ്ടിച്ച് നിർമ്മിച്ച് പടച്ച് ചമച്ച ഒരുവൻ സർവജ്ഞനായ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവായി. നമ്മൾ പണ്ട് പഠിച്ചത് കേരളം ഉണ്ടായത് അല്ല, കോടാലി എടുത്ത്, കോടാലി നല്ലല്ല, എന്തുവാ മഴുവെന്നല്ല, വേറൊരു പേരാ. ഓ അവിടുന്ന് ഒരൊറ്റ കയറ് സൂക്ഷ അങ്ങേറ്റത്ത് എന്നപ്പോ ഇതിങ്ങനെ പണ്ട് സ്കൂളിൽ പഠിച്ചില്ലേ, കന്യാകുമാരി ക്ഷിതിയാതിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പു പനസം മുളകേല വിഞ്ചി കേരം കവുങ്ങ് തളിർ വെറ്റിലയേത്തവാഴ ഈരമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്രകൽപ്പതരുമണ്ഡിത നന്ദനാഭം. പണ്ട് പഠിച്ചതാ. ഇത് കോടാലി മാക്കത്തി ഒന്നും എടുത്തെറിഞ്ഞുണ്ടായതില്ല, ദൈവം സൃഷ്ടിച്ചതാണ്. അല്ല, വെട്ടുകത്തി എടുത്തെറിഞ്ഞ അങ്ങനെ വെട്ടുകത്തി എടുത്തെറിഞ്ഞാൽ അവൻ്റെ കുതികാല് പോകത്ര തന്നെ. ഇത് കോടാലി മാക്കത്തി മഴവും ചുറ്റിയൊക്കെ ഒന്നും എറിഞ്ഞുണ്ടായതല്ല, സർവജ്ഞനായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഉളവായതായി കാണുന്നതല്ല. 5 ദിവസം കൊണ്ട് സകല ഭൂചര ഖേചര വസ്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവിടുന്ന് മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേയിരിക്കുന്ന ആദമിനെ തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠത്തിന് ദീർഘത്തിന് വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് ഔവായെ സൃഷ്ടിച്ചു. ഒറ്റ ഒരെണ്ണം എടുത്തോളൂ. എന്നിട്ട് തന്നെ
പരുവക്കേടാ. അപ്പൊ ഒരു 3-4 വാരിയൽ എടുക്കാതിരുന്നതിനായി ഒറ്റ വാരിയൽ എടുത്തേച്ച് തങ്കമ്മ നിന്നെ വരച്ച വരയിലാണ് നിർത്തുന്നത്. അപ്പം ദൈവത്തിനറിയാം ഒന്ന് മതി, അവൻ ചൂട്ടുപോലെ അവിടെ പുറകെ. എൻ്റെ ബേബി, അപ്പോൾ ഇത് ദൈവം സൃഷ്ടിച്ചതാ, ഇതല്ല. സ്തോത്രം. മന്നവൻ വാക്ക് മൂലമന്ന് വനവിടവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തവ ഭിന്നവൻ നമുക്കു കാലാന്തരത്തിൽ ഭിന്നവൻ പൂജനകേ ജഡവസ്തുക്കളുടനെയായി തന്നെയും അല്ല പോയ ചരങ്ങളും അപ്പൊടുതെ ഉടനായി നേരെ മറിച്ചു നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങൾ അഭയം തേടും മൃഗങ്ങൾ നാട്ടിലെ മൃഗജനങ്ങൾ ഇവയുണ്ടായി നീറമാറി നൂടൻ വനങ്ങൾ അഭയം തേടും മൃഗങ്ങൾ നാട്ടിൽ മൃഗജനങ്ങൾ ഇവയുണ്ടായി നീറമാറി നൂടകത്തിൽ 6-ാം ദിനത്തിൽ ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമ്മച്ചതിന്റെ രൂപം അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂജിത ഭാഗ്യ വിചിത്തമതാം ഒരു തോട്ടം ചമച്ചതിന്റെ പൂജിത ദുഃഖം ഇരുത്തിയവർക്കൊരു പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു പാട്ടം പരവിധം ദിവ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം കന്നി പൂജിപ്പാനോ അജിതം അറിവിൻ പരമായത് നിഷ്ടം. വരുമ മരണമെന്നൊരു നീക്കമില്ല നിന്നു കരുതണ്ട നിങ്ങളെന്നും പരമെന്നവർ വരുമ മരണമെന്നൊരു നീക്കമില്ല കരുതണ്ട നിങ്ങളെന്നും പരമെന്നവരോട് വെള്ളങ്ങളിൽ നീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ നീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ നീതിൽ വസിച്ചാൻ. അപ്പൊ സർവജ്ഞനായ ദൈവമാണ് ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചത്. അപ്പൊ യേശുക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ദൈവമല്ല, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്, നിത്യനായ ദൈവമാണ്. അവിടുന്ന് സർവജ്ഞനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ഏക ദൈവമാണ്, നിത്യദൈവമാണ്, സത്യദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. ആ ക്രിസ്തു ശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനമെല്ലാം. ഇനി അടുത്തത് സഭാശാസ്ത്രപരമായ ലേഖനം, പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന ഇടയലേഖനങ്ങൾ എന്നൊക്കെ പറയും. തീത്തോസിന്റെ ലേഖനവും തീമത്തിയോസിന്റെ 1-2 ലേഖനം സഭാശാസ്ത്രപരമായ ലേഖനമാണ്. സഭയുടെ നടപടിക്രമങ്ങൾ, സഭ എങ്ങനെ ആയിരിക്കണം, ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണം, സഭയിൽ വരുന്നവ എങ്ങനെ ആയിരിക്കണം, ബോധിച്ച പോലെ ഒന്നും നടക്കാനൊക്കത്തില്ല. വല്ലപ്പോഴും നീ സഭയിൽ വന്ന് കല്യാണം അടുക്കുമ്പോൾ ഒരു 3 ആഴ്ച അടുപ്പിച്ച് വന്ന്, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ചിലർ ഉപദേശമാരെന്തെങ്കിലും സ്വോത്രകാഴ്ച കഴിഞ്ഞ് പൊക്കോളാൻ അങ്ങ് പറയുക, കാരണം അവർക്കുള്ളതായി. സ്വോത്രകാഴ്ച നീ എതിലെ വേണേലും അടുത്ത ആഴ്ചയും സ്വോത്രകാഴ്ച ഇടാൻ സഭയ്ക്ക് നടപടിയുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. നിനക്ക് ബോധിച്ച പോലെ ഒന്നും നടക്കാൻ ഒക്കത്തില്ല. നീ നേരത്തെ ബോധിച്ച പോലെ നടന്നു, സഭയിൽ വന്നാൽ അതിന്റെ ക്രമത്തിൽ നടക്കണം. സ്തോത്രം. അതെ, എൻ്റെ വിഷയമല്ലല്ലോ ഇപ്പൊ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ അതാണ് സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ആസന്ന ഭാവിയിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയായി ഭൂമിയിൽ സംഭവിക്കുന്നത്, ഇനി എന്തൊക്കെ നടക്കും, അതെല്ലാം അന്ത്യകാല ശാസ്ത്രപരമാണ്. അതിലെ 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരം. 1 തെസ്സലോനിക്കരുടെ 1-2 ലേഖനം.
ഈ രണ്ട് ലേഖനത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയം. ആ രണ്ട് വിഷയം രണ്ട് പ്രത്യക്ഷത. ആ രണ്ട് പ്രത്യക്ഷത രണ്ട് പേരുടെ പ്രത്യക്ഷത. അതിൽ ഒരാള് യേശു ക്രിസ്തു, രണ്ടാമത്തെ ആള് എതിർ ക്രിസ്തു. ഒരു വിഡ്ഢി ഈ ദിവസങ്ങളിൽ അങ്ങാണ്ട് പറഞ്ഞ് എതിർ ക്രിസ്തു എന്നൊരു പേര് ഇല്ലെന്ന്. അവന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്നാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാമത്തെ ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിനൊരു വാക്യം വായിച്ച് മോളോ ശുഭപാസ്റ്റോ ആരിലും ചടയെന്ന് വായിക്കണം. രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ രണ്ടാം ലേഖനത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ വിഷയങ്ങൾക്ക് പല പേരുകളുണ്ട്. നാശയോഗ്യൻ, അധർമ്മം, അധർമ്മത്തിന്റെ മൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെയുള്ള പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർമ്മിച്ചല്ലോ, ഒന്നാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം, ഒന്നാം ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ്. 5 അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന്. വായിച്ചേ മോളെ, ക്രമത്തിൽ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യവും, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യവും, 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും ക്രമത്തിൽ ഉറക്കെ സ്ഫുടമായിട്ട് മോളങ്ങോട്ട് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടുന്ന് ഉയർപ്പിച്ച് തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ളവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടാൻ പോവാന്ന്. ഒരു താല്പര്യവും ഇല്ല. പ്രത്യക്ഷപ്പെടുവോ പെടാതിരിക്കുവോ? പണ്ട് ശിവപാസ് പറഞ്ഞ പോലെ പണ്ടൊരു അമ്മ പറഞ്ഞെന്ന്, കർത്താവേ എൻ്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുവോ ഇറങ്ങുവോ? ഏതല്ലേ നമ്മുടെ 4 വീട്ടിലെ തള്ളയാണ് ഏതോ അമ്മ അങ്ങ് പറഞ്ഞ, യേശുവേ എൻ്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുവോ ഇറങ്ങുവോ, എപ്പോൾ വേണേലും അമ്മ അങ്ങ് തുറന്നിട്ടിരിക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ, ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. മതികെട്ട മനുജർ പണിയും നെയ്യാൻ, മതികെട്ട മനുജർ പണിയും നെയ്യാൻ. മതത്തെ ഈ ഭൂവിൽ നിന്നും സത്യ, മതത്തെ ഈ ഭൂവിൽ നിന്നും ഒരല്പം തിരുത്ത, സത്യ മാർഗത്തെ ഭൂവിൽ നിന്നും. അതാ കുറച്ചുകൂടെ നല്ലത്. മതികെട്ട മനുജർ പണിയും നെയ്യാൻ, മതികെട്ട മനുജർ
സത്യ മാർഗത്തെ പൂവിൽ നിന്നും എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ 5 അധ്യായവും തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും ക്രിസ്തു വെളിപ്പെടുമെന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അതാണ് ആദ്യ വാക്യം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ പറയുകയാണ് യേശു ക്രിസ്തു മേളിൽ നിന്ന് വരുമെന്നിനി. അങ്ങനല്ലേ മോളെ? ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവിടെ എന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. സ്തോത്രം. അങ്ങനെ വരുന്നത് സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 2-ാം അധ്യായത്തിന്റെ 19 പറഞ്ഞു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഓടിച്ചു വായിക്കാവോ മോളെ? സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നു നാം വിശ്വസിക്കുന്നു. അടുത്തത് എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും സമാധാനത്തിന്റെ ദൈവം. അയ്യോ, ഈ ദൈവത്തിന്റെ വിശേഷത സമാധാനം അല്ല, കലക്കുന്ന ദൈവമല്ല. അവന്റെ പടലി എടുത്തോണ്ട് പാടാ ഞാൻ നിന്നിൽ സംപ്രീതനായി. മറ്റൊരുത്തന്റെ പടലി എടുക്കുന്നതാണോ? അവന്റെ കുടുംബം കുളം തോണ്ടണം. ദൈവത്തിന് ഇഷ്ടമില്ല, അവന് നന്നാകണം. ശത്രു സംഹാരം അതല്ല ദൈവം. ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? വർഗീയ വിദ്വേഷം കുത്തിവെക്കുകയല്ല ദൈവം. വർഗീയത ഇല്ലാതാക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണണം. സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ഞാൻ മിക്കയിടത്തും പറയാറുണ്ട്, വറവിന്റെ സമയമായി. ഇപ്പം പിന്നെ മഴയൊക്കെ ശരിയായി. നിന്റെ കിണറ്റിൽ ഞാൻ പഴയ രീതിയിലാണ് ഭാഷ കേട്ടോ. നിങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിക്കുമെന്ന് ചെയ്ത് പഴയ ആൾക്കാർക്ക് ചിലപ്പം അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു വീട്ടിൽ മോളെ നീ അവിടെ എടുക്കുവാന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, നിന്റെ വീട്ടിലെ കിണറ്റിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. 5 അരിഞ്ഞാണം വെള്ളം. അപ്പുറത്തുകാരൻ്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. നീ മോട്ടോർ വെച്ച് അടിച്ച് മേളിൽ കയറ്റി നീയും വെമ്പളയും അടിച്ച് മിന്നുക. എരിഹോ മതിൽ പോലെ മതിലും പണിത് ആ വലിയ ഗേറ്റ് വിട്ട് ആമത്താടിട്ട് പൂട്ടി വാല് മുറിച്ച 3 പട്ടി. അതിലൊന്ന് അൽസേഷൻ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പട്ടിയുടെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. വലിയ വലിയ കൂടിയ പട്ടിയാണ്. എന്തോ വലിയ നെടുപ്പമുള്ള പട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ അകവാള് വെട്ടിപ്പോ ജർമ്മൻ ഷെപ്പേർഡ്. അതാ നിന്റെ കിണറ്റിൽ 5 അരിഞ്ഞാണം വെള്ളമുണ്ട്. അപ്പുറത്ത് അവന് വെള്ളമില്ല, കിണറ്റിൽ കുടിവെള്ളമില്ല. നീ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചാൽ അവനെ വിളിച്ചേച്ച് പറയണം, തങ്കച്ച രാവിലെ ഒരു 5 കുടം വെള്ളം കോരിക്കണം. അലക്കാനും കുളിക്കാനും ചിലപ്പോൾ കനാലിൽ കാണാൻ അങ്ങോട്ട് പോവുമോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആറ്റിലോ, അവിടെ നമ്മുടെ അച്ചൻകോവിലാറുണ്ടല്ലോ, കുടിവെള്ളം ഇവിടെ ഉണ്ട്, വന്നെടുത്തോണം. അപ്പോൾ അവിടെ കമലാക്ഷിയോടും പറഞ്ഞു, കമലാക്ഷി അമ്മ ഇവിടെ നിന്ന് 5 കുടം വെള്ളം കോരിക്കണം. 5 അരിഞ്ഞാണം വെള്ളം കിടക്കുകയല്ലേ. എന്നാ നടപടി വല്ലതും ഉണ്ടോ പറ? എന്നാ നമ്മൾ വാക്യം എഴുതി വെച്ചേക്കുക അവൻ വരാതിരിക്കാൻ. ഈ വെള്ളം കുടിക്കുന്നവനല്ല അതിനോട് കയറുകയല്ലോ. ഇവിടെ ഈ വാക്യം കിടക്കില്ലേ. എന്റെ അഭിപ്രായം
നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അവൻ ഇങ്ങോട്ട് വന്ന് കോരുന്ന നല്ലത് ആ മോട്ടറിൽ നിന്നൊരു എന്താ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അടിക്കുന്ന കൂടെ അവരോട് പറയണ മുടുത്ത പാത്രം ഉണ്ട് എടുത്ത് വെച്ചു അതിലോട്ട് നിറച്ചേക്കാൻ പറഞ്ഞേക്കണം. അത് നിങ്ങൾ വന്നു കോരണ്ടല്ലോ. ഒരു 3 മീറ്റർ പൈപ്പിൻ്റെ മുടക്ക് ചിലപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ തരികയും ചെയ്യും. എന്നിട്ട് നീ സന്ധ്യ ആകുമ്പോൾ തമ്പേറെടുത്ത് അടിക്കണം. ചിലപ്പോൾ അവനൂടെ വന്ന് കൂടെ ഇരിക്കും. നീ കിണറുമെല്ലാം മൂടിയിട്ട് മോട്ടർ അടിച്ച് മേളിൽ കയറ്റിട്ട് നീയും സൂസമ്മയും കൂടെ ഈ വെള്ളമെല്ലാം മൊത്തം ചെലവാക്കി ഇടിച്ചേച്ച് സന്ധ്യ ആകുമ്പോൾ പറയാ അവൻ അന്ത്യകാലം വന്നെടുത്ത് പെന്തിക്കോസിൻ അവൻ 5 ഇഞ്ചിന്റെ മെറ്റിൽ നിന്റെ ആദ്യം നിന്റെ പെമ്പളയുടെ ഉച്ചി അവൻ തകർക്കും. ഉന്നമുള്ളവനാന്ന് ഒറ്റ കയറ് മതി. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാലം വന്നു. അന്ത്യകാലമല്ല, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ആളല്ല ദൈവം. മനുഷ്യന് വൈരാഗ്യം കുത്തിക്കൊടുക്കുന്ന ആളല്ല ദൈവം. മറ്റൊരുത്തന്റെ പെടലിയെടുത്തോണ്ട് പാടാ ഞാൻ നിന്നിൽ സംപ്രീതനായി, അങ്ങനല്ല ദൈവം. അതല്ല ദൈവം. ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുക അല്ല ദൈവം. ദുഷ്ടനെയും വെറിയനെയും വ്യഭിചാരിയെയും, എന്റെ ഭാഷ പറയാ ഒന്നും കൊള്ളുകേലാത്തവന്, എല്ലാവരും വെറുക്കപ്പെട്ടവന്, തള്ളപ്പെട്ടവന് സ്നേഹിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പാസ്റ്റർക്കും എനിക്കും എന്നെപ്പോ ഞങ്ങളെ പോലുള്ള പലർക്കും ഈ മാർഗത്തിൽ വന്ന് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യമുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം പലരും മനമേ സഹായകൻ അവൻ ശക്തനാകൻ നിനക്കു നിർഭയമേ ലോകമോരീതിൽ അനുദിനം ജയമേ ലോകമോരീതിൽ അനുദിനം ജയമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശു നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, നിന്നെ രക്ഷിക്കുന്ന ദൈവമാ, നിന്നെ ചേർത്തണയ്ക്കുന്ന ദൈവമാ, നിന്നെ സഹായിക്കുന്ന ദൈവമാ, നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ആ കർത്താവിനെ ആരാധിക്ക്, അനുഭവിക്ക്, സേവിക്ക്, സ്നേഹിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. ആ സമാധാനത്തിന്റെ ദൈവം. അതാ ഒന്നുകൂടെ വായിച്ച മോളെ പദം. സമാധാനത്തിന്റെ ദൈവം തന്നെ. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. യേശു നിന്റെ വീട്ടിൽ വന്നാൽ കൂട്ടുകാടി നടക്കുകയല്ല, കൂട്ടുകാടി അന്ന് നിൽക്കുക. യേശു നാട്ടിൽ വന്നാൽ നാട്ടുകാർ മുഴുവൻ കൂട്ടടിച്ച് അടിക്കുകയല്ല, ബഹളമല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ല യേശുവിൻ്റെ മാർഗം. അതിൽ നമ്മളെ എത്ര പേര് ചില സമയത്ത് അനാവശ്യം പറയുകയും ചില തല്ലുകയും ചെയ്യും. നിന്നുകൊള്ളുന്ന അല്ലാതെ. ഇപ്പം അങ്ങനല്ലേ? അതാ എന്നെ തല്ലുകാന്നെ നിന്നുകൊള്ളുക അല്ലാതെ ഓടാൻ പോലും വയ്യ. 4 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ കഥച്ചാതെ ഞാൻ പുറകിൽ തന്നെ പോയെങ്കിരുന്നത്. ഇവിടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കഥയ്ക്ക് നിങ്ങൾ എന്തിനാ കാണുന്നേ? നിന്നുകൊള്ളുക അല്ലാതെ. എന്നെ അന്ന് തല്ലാനുമുണ്ട്. സ്തോത്രം. എന്നാ തല്ലണോ? കൊള്ളുകയല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒന്നും പറയത്തില്ല. നിന്ന് മേടിച്ച് കെട്ടുന്നതല്ലാതെ. അതായി മാർഗം. സ്തോത്രം. അതായി മാർഗം. ഇത് തിരിച്ചടിക്കുന്ന മാർഗമല്ല, നിന്ന് കൊള്ളുന്ന മാർഗമാണ്. സ്തോത്രം. ഞാൻ അത്രയൊക്കെ പറഞ്ഞങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്.
നിനക്ക് സമാധാനം തരുന്നത് ദൈവമാണ്. അപ്പോൾ ഓർപ്പിക്കട്ടെ, 5 അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 9-10 ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം എന്ന് പറഞ്ഞ പൗലോസ് ചോദിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ്? അത് വിശദീകരിക്കാൻ നേരമില്ല, അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. വന്നു അടുത്തത്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതാണ്. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ സേവിക്കുവാനും സ്നേഹിപ്പാനും ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന്റെ മഹത്വം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ ഇടയായി. അവനെ മരിച്ചവരുടെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അവിടുന്ന് വരുന്നുണ്ടെന്ന്. ഒറ്റ വാക്കിലെ ഇപ്പൊ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ വരുവാനുള്ള കോപം, അതാണ് മഹാപീഡ. ആ മഹാപീഡയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തിരുസഭയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വരും. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഒറ്റ വാക്കിലേ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ലെന്ന്. അതാ, ദൈവസഭ ഉപദ്രവങ്ങളിൽ കൂടെ പോകും. സഭ തുടങ്ങി അന്ന് മുതലേ സഭയ്ക്ക് ജോടി. പിന്നെ അവത്തങ്ങൾ 120 പേരിന്ന് കൂടി. അപ്പൊ തന്നെ അന്നേരം തന്നെ ആക്ഷേപം തുടങ്ങി. അടിച്ചേച്ച് വന്നിരിക്കുകയാടാന്ന്. എല്ലാം അല്ല, പെരുക്ക് ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ കഴിഞ്ഞല്ലേ ഉള്ളു. യേശു ഉയർത്തെഴുന്നേറ്റില്ല. ഈസ്റ്റർ കഴിഞ്ഞ എന്നെ അടിച്ച് പെരുക്കിയിരിക്കുകയാണ്. അന്ന് മുതലേ ആക്ഷേപം. പിന്നെ കൊണ്ട് 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണ്. ചൂപ്പാട് വരുത്തുക. അപ്പൊ സഭ ആരംഭിച്ച കാലം മുതലേ സഭയ്ക്ക് ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവം ഇന്നുമുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ ഉണ്ട്. സഭ എടുക്കപ്പെടുന്ന വരെ ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ സഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ല. ഉപദ്രവത്തിൽ കൂടെ പോകും, പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ഉപദ്രവമില്ലേ? നമ്മളിവിടെ ശാന്തമായിട്ട് സമാധാനമായിട്ട് വരുന്ന ദൈവത്തെ ആരാധിക്കാം. മനോഹരമായ പന്തലും നല്ല കസേരയും അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ക്രമീകരിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ ഇങ്ങനൊന്നും ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. ഉപദ്രവത്തിൽ കൂടെ പോവല്ലേ? അതെല്ലാം മഹോദരമാണോ? അല്ല. സ്തോത്രം. ഒരു മിഷണറി 2 കുഞ്ഞുങ്ങളെ കൂടെ ചുട്ടുകൊന്നു. അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്. കന്യാസ്ത്രീയെ കൊന്നു. ഉപദ്രവമാണോ? ഉപദ്രവമാണ്. മഹോദരവം അല്ലല്ലോ. അല്ല. ഉപദേശിമാരെ തട്ടി. അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെ ഉണ്ടാകും കർത്താവ് വരുന്നത്. പക്ഷെ സഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. തന്റെ കുറുപ്രാവിന് ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 5-ാം അധ്യായത്തിൽ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല, അങ്ങനെ തന്നെ ആ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. സൂപ്പാസ്റ്റാർ റെഫറൻസ് ഒന്ന് വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ കോപത്തിനല്ല. ആ മോളെ എത്രാമത്തെ വാക്യമാ? 9. മിടുക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ കോപത്തിനല്ലെന്ന്. പിന്നെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചേക്കുന്നത്. ആ കോപം എന്നവിടെ ഉദ്ദേശിക്കുന്നത് മഹാവീടയാ, മഹോദരവാ. സ്തോത്രം. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ
ഇപ്പൊ പാടാനൊക്കെ ഉള്ളു, മൊത്തം ഒന്നും ഒക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുക. അതാണ് കർത്താവിന്റെ പ്രത്യക്ഷത. ഇനി ഓടിച്ച് പറയാം, അതിനേ ഉള്ളു സമയം. 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയം അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്തിന്? അവൻ ദൈവമക്കൾക്ക് പ്രതിഫലം തരാനായിട്ടാ പ്രത്യക്ഷപ്പെടും. വിവരിക്കുന്നില്ല. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഈ വാക്യത്തിൽ ഒരല്പം പറയേണ്ടതായിട്ടുണ്ട്. ഈ വാക്യം മുമ്പ് പറഞ്ഞ വാക്യത്തിന്റെ ആ പ്രത്യക്ഷതയല്ല. ഈ പ്രത്യക്ഷത വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്ക് കുറച്ചുകൂടെ പറയുമ്പോൾ ബോധ്യപ്പെടും. 2-ാം വരവിന്റെ 2-ാമത്തെ പ്രത്യക്ഷതയാണ്. 2-ാം വരവിന്റെ 2-ാമത്തെ പ്രത്യക്ഷത. 2-ാം വരവെന്ന് പറയുമ്പോൾ 1-ാം വരവ് നടന്നല്ലോ, ഇല്ലയോ? നടന്നു. 1-ാം വരവ് ഏതായിരുന്നു? അയ്യോ, 1-ാമത്തെ വരവ് അമ്മ പറഞ്ഞ പോലെ അതേ തുറന്ന് കിടക്കുന്നത്, വരുവോ പോകുമോ? ഉറക്കെ പറ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുജനനം, അവിടുന്ന് ദൈവമായിരിക്കെ വചനം ജഡമായി തീർന്ന് മാന്യ സ്ത്രീയാകുന്ന കന്യകയുടെ ഉദരത്തിന് ഉരുവായി ആമ കാലം തികഞ്ഞപ്പോൾ മാന്യ വനിത നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവിനെ പ്രസവിച്ചു. അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ വരവ്. അവിടെ അത് ആ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അവൻ ജീവിച്ച് മരിച്ചു. മോളെ ആ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അടുത്ത വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കും. അപ്പൊ ഞാൻ വേണം ഇങ്ങനെ ചേർത്തങ്ങ് പറയാ, യേശു ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതായിരിക്കും കുറച്ചുകൂടെ ആക്കം. അവിടെ യേശു മരിച്ചു ജീവിച്ചെഴുന്നേറ്റെന്ന ഞാൻ കൂട്ടുകല്ല, വേറെ വാക്യം കൂടെ ചേർത്ത് പറയാ. യേശു ജനിക്കുകയും ഈ ഭൂമിയിൽ ജീവിക്കുകയും അവൻ മരിക്കുകയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു ആദ്യത്തെ വരവ് കന്യകാസൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചത്. കന്യകാസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബന്ധീപന്താനേ, കന്യകാസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബന്ധീപന്താനേ, ഇവനെ 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 ക്രിസ്തേശു രക്ഷക ഇവൻ താനേ, ഇവനെ 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 ക്രിസ്തേശു രക്ഷക ഇവൻ താനേ. യൂതന്മാരനുദിനം കാൺമാൻ കാത്തിരുന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. യൂതന്മാരനുദിനം കാൺമാൻ കാത്തിരുന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ, ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി കന്യകാസൂനുവായി ഭൂമിയിൽ അവതരിച്ചു. നാടെങ്ങും നന്മ സുവിശേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, നാനാവ്യാധികളാലും ബാധകളാലും വളഞ്ഞവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തു. അവിടുത്തെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല, സകലർക്കും വിടുതലായിരുന്നു. ഒടുവിൽ അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു. തിരുവെടുത്ത് നേരത്തെ എഴുതി വെച്ചതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. അവൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുക.
ആ പോയിരിക്കുന്ന, അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത. ആ പോയിരിക്കുന്ന യേശു അധികം താമസിക്കാതെ വീണ്ടും വരും. അതിനാണ്ട് രണ്ടാം വരവിന് രണ്ട് ഘട്ടമാണ്. ഒന്ന് മേഘപ്രത്യക്ഷതയും, രണ്ട് മഹത്വ പ്രത്യക്ഷത. ഈ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം മഹത്വ പ്രത്യക്ഷതയാണ്. കാരണം അവിടെ ഒരു പദമുണ്ട്, ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ. രണ്ടാം വരവിൽ ആദ്യം വരുന്നത് വിശുദ്ധന്മാരുമായിട്ടല്ല, പ്രധാന ദൂതന്റെ കാഹളം, ദൈവത്തിന്റെ കാഹളവും പ്രധാന ദൂതന്റെ ശബ്ദവും അങ്ങനെ വരുന്നത്. ആ വരവ് ഭൂമിയിലേക്ക് വരുന്നില്ല. കാഹളം മീട്ടുമ്പോൾ ആ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനൊടുക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും, തിരുസഭയായിട്ട് മേളിലോട്ട് പോകും. അവിടെ ചെന്ന ഉടനെ യോടി പോവുകയല്ലേ? പോവോ? പോവോന്ന് എടുക്കും, സഭ എടുത്തുകൊണ്ട് സ്വർഗത്തിലോട്ട് പോകുമെന്ന്. അവിടെ ചെന്ന ഉടനെ എന്നാ പരിപാടി? എന്നാ അങ്ങോട്ട് ചെന്ന ഉടനെ പരിപാടി എന്നാന്ന്? ഒരു വല്യമ്മ എന്നോട് പറഞ്ഞു, എന്നാ ഉടനെ എനിക്ക് ആത്മാവിലാകണമെന്ന്. ഞാൻ പറഞ്ഞത് അല്ല, ഇവിടെ എന്തും വീണ്ട സമയമുണ്ട്, സഭാഗോളുണ്ട്, തമ്പേറുണ്ട്, അന്തരീക്ഷമുണ്ട്, എല്ലാം ഉണ്ട്. തള്ളക്ക് ഇവിടെ ഇരുന്ന ആത്മാവിൽ ആകണ്ട, അങ്ങോട്ട് ചെന്നേച്ച് വേണമെന്ന്. ചെന്ന ഉടനെ ആത്മാവിലാകുകയല്ല. അണ്ട വള്ളംകുളംകാരി ഒരു മോളി ഉണ്ടായിരുന്നു. മോള് പറഞ്ഞ് ചെന്ന ഉടനെ കല്യാണമാണ്. ഞാൻ പറഞ്ഞ ചെന്ന ഉടനെ കല്യാണമല്ല, ആരാധനയല്ല, ചെന്ന ഉടനെ ന്യായവിധിയാണ്. എന്നാ ഉടനെ അന്നേരം ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന്. ന്യായവതിയാന്ന് പറഞ്ഞപ്പോൾ, കാരണം എന്തെല്ലാം കഷ്ടവും പീഡയും നിന്നെ അപമാനവും സഹിച്ചാവുന്ന് ഇല്ലേ? ബാബുക്കുട്ടിയുടെ കൂടെയുള്ളവനും വലിച്ചു തള്ളിയപ്പം ബാബുക്കുട്ടി ഇങ്ങനെ നോക്കി നിന്നല്ലാതെ ഒന്ന് വലിക്കാൻ ഇരിപ്പ് കണ്ടിട്ട് അതൊക്കെ സഹിച്ചിരിക്കല്ലേ. മറ്റവൻ ഈസ്റ്ററിന് അടിച്ച് പെരുത്തപ്പം അടിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. മറ്റവൻ കണ്ണ് പൊട്ടുന്ന തെറി പറഞ്ഞപ്പോൾ കേട്ടോണ്ട് നിന്നല്ലാതെ ഒരൊറ്റ തെറി പോലും വന്നില്ല. ബാബുക്കുട്ടി തെറി അറിയാൻ മേനായിട്ടല്ല, അവൻ പറയുന്നതിലും പിന്നെ പറയാതൊക്കെ നിന്നതാ. കൂടെയുള്ളത് കമ്മലും മാലയൊക്കെ ഇട്ട് ജിമിക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ കുലുക്കി നടന്നപ്പോൾ നീ അതെല്ലാം ഒരു ദൂരെ കളഞ്ഞേച്ച് സ്തോത്രം, ഇതൊക്കെ സഹിച്ച് നിന്നതല്ലേ. നിൻ്റെ കൂടെയുള്ളവൻ നല്ല കപ്പട മീശ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് പറപ്പിച്ച് വെച്ച് മീശ പിരിച്ച് കാണിച്ചപ്പോൾ നീ അല്ലേ കരിക്കിൻ്റെ മോന്ത കിട്ടിയോ അല്ലേ? നമ്മൾ വഴിയെ പോകുമ്പോൾ കരിക്ക് എത്തിത്തരികയല്ലേ? തൊട്ട് നോക്കിക്കേ. അപ്പൊ ഇതെല്ലാം സഹിച്ചേ, ഈ ആക്ഷേപവും നിന്നെയൊക്കെ സഹിച്ചാണ് നിൽക്കുന്നത് ഇല്ലേ? അപ്പൊ ഇങ്ങനെയെല്ലാം സഹിച്ച് എന്ത് നമ്മൾ സിനിമ കാണുന്നില്ല, അനാവശ്യം പറയുന്നില്ല, ചീത്തത്തരത്തിലൊന്നും പോയി ഇടപെടുന്നില്ല, നമ്മളെ ആക്ഷേപിച്ച് അപമാനിച്ച് പറഞ്ഞിട്ട് തിരിച്ചൊന്നും മറുപടി, ഇതൊക്കെ സഹിച്ച് നിൽക്കുക. എന്തിനാ? കർത്താവിൻ്റെ വരവിൽ പോകാൻ. അപ്പൊ അങ്ങനെയൊക്കെ നിന്നായി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത്. അപ്പൊ എടുക്കപ്പെട്ട് അവിടെ ചെന്നോണ്ട് പിന്നെയും ന്യായവിധി. അതാ ബാബുക്കുട്ടി ചോദിച്ച് പിന്നെയും പ്രശ്നമാണോ? ഞാൻ പറഞ്ഞ ന്യായവിധി എന്ന് പറഞ്ഞാൽ പേടിക്കുമെന്നും വേണ്ട, ന്യായമായ വിധി എന്നേ ഉള്ളതിൻ്റെ അർത്ഥം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ബാബുക്കുട്ടി രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരിക്കുന്നത് വരില്ല, കാകളം തുനിക്കുന്നത് വരെ ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം അവിടെ ചെന്ന് വെളിപ്പെടുത്തും. പെന്തിക്കോസ്തി വന്നതിന് ശേഷം നീ ചെയ്ത് കൂട്ടിയതെല്ലാം വെളിപ്പെടുത്തി വെച്ച് ന്യായമായിട്ട് വിധിക്കും. അപ്പം എന്നോട് പുള്ളി ചോദിച്ചു, എല്ലാം വെളിപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം വെളിപ്പെടും, എല്ലാം ഞാൻ പറഞ്ഞു മുഴുവനും വെളിപ്പെടുത്തും. അപ്പം എന്നോട് ചോദിക്കുക, ഞങ്ങളുടെ റോസമ്മ കാണുമോ എന്ന്. അവനത് വെളിപ്പെടുത്തുന്ന അല്ല അവന് വിഷയം, റോസമ്മ കാണുന്നതാ വിഷയം. അന്ന് റോസമ്മ കാണാതെ ഏതാണ്ടെല്ലാം നാശം ഒപ്പിച്ചാ ഇവനിങ്ങനെ ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് ഈ ആഞ്ഞ് നടക്കുന്നത്. അതവൻ ചോദിച്ചു റോസമ്മ കാണുമോന്ന്. ഇവൻ്റെ മനോഗതിയും എനിക്ക് മനസ്സിലായി, വചനത്തിലും അങ്ങനെ അനുസരിച്ച് ഞാൻ പറഞ്ഞു, ബാബുട്ടി റോസമ്മയൊന്നും കാണത്തില്ല, സ്തോത്രം, എനിക്ക് അതറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നീ ചെയ്തതെല്ലാം വെളിപ്പെടുത്തും. അതെല്ലാം വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ന്യായമായിട്ട് നിന്നെ വിധിക്കുന്നത്. ആ ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തരും.
ആ പ്രതിഫലത്തിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്തങ്ങ് പറയാ, കല്യാണ വസ്ത്രം കിട്ടും. ആ വസ്ത്രം എടുത്തോണ്ട് ആ വെളിപ്പാട് 19:7 മുതൽ താഴോട്ട് കുഞ്ഞാടിന്റെ കല്യാണം. സ്തോത്രം. കല്യാണ വസ്ത്രമൊക്കെ വേണേ. അവിടെ ചെന്ന് നല്ല വസ്ത്രം കിട്ടണമെങ്കിൽ ഭൂമിയിൽ നീതിപ്രവൃത്തി ചെയ്യണം. ഇപ്പം ചക്കയുടെ സീസണാ. ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണവിടെ പോകരുത്, അയലത്തുകാർക്ക് വിളിച്ചു കൊടുക്കണം. വഴിയെ പോകുന്നില്ല എന്ന് വിളിച്ച് ഇങ്ങോട്ട് ഒരു ചക്ക ഇട്ടുകൊണ്ട് പോകാൻ പറയണം. നമ്മളിങ്ങനെ പ്ലാവേ ചക്കടക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ കയറി ഇടാനോ ഒരെണ്ണം ഒക്കത്തില്ല. അപ്പം ആർക്കെങ്കിലും ആക്കമുള്ളവർക്ക് കൊടുക്കണം. അതുങ്ങൾ ഇട്ടുകൊണ്ട് പോയി. മനസ്സിലാകുന്നുണ്ടോ? ഗുണം ചെയ്യണമെന്ന്. കിണറും വെള്ളവും ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? 10 ഏക്കർ വസ്തുവുണ്ട്, നിന്റെ സഭയെ കൊടുത്തിട്ട് 10 പേർക്ക് 10 സെന്റ് വെച്ച് അങ്ങ് കൊടുത്തേക്കണം. അവിടെ ചെന്ന് തുണി വേണ്ടേ? ആർക്കും തുണി വേണ്ടേ? ഉള്ള തുണിയൊക്കെ മതിയെന്നോ? ഈ തുണിയൊന്നും അങ്ങോട്ട് ചെല്ലുകയല്ല. മാംസ രക്തങ്ങൾ ദൈവരാജ്യം ഈ ശരീരമല്ലെന്ന്. അവിടെ ചെന്ന് തേജസ്സിന്റെ ശരീരമാ. അപ്പൊ അവ വസ്ത്രമാ, അലങ്കാര ഭാഷയാ. അപ്പൊ അവിടെ ചെന്ന് ആ വസ്ത്രമൊക്കെ, കല്യാണ വസ്ത്രം കിട്ടണമെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഗുണം ചെയ്യണം. ബസ്സേ കയറി, കൂടെ ഒരാളുണ്ട്, നീയും കൂടെ കയറി. നിന്റെ കാശ് ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അത് വെളിയിൽ വെച്ച് ബസ് വരുന്നതിന് മുന്നേ പറയണം, അങ്ങനെ ബസ് വരുന്നുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്തോളാം കേട്ടോ. അല്ല ബസ്സിനകത്ത് കയറ്റിട്ട് എടുത്തോ, എടുത്തില്ലേ? ഒന്ന് അവിടുന്ന് അമ്മാമ്മ എടുത്തോ, എൻ്റെതെടുത്തു. രണ്ടും ഒരു സഭയെ കൂടി നടക്കുക, ഒരു ബൈബിളായിക്കൊണ്ട് നടക്കുന്നത്. കാശ് ഉണ്ടെങ്കിൽ ബസ് വരുന്നതിന് മുന്നേ പറയണം, ടിക്കറ്റ് ഞാൻ എടുത്തോളാം. അങ്ങനെ ഒരാൾ ടിക്കറ്റ് എടുത്തെന്നോർത്ത് എല്ലാ ദിവസവും അവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യരുത്. പിറ്റേ ദിവസം നിന്റെ കയ്യിലുണ്ട്, നീ എടുത്തു കൊടുക്കണം. അതൊക്കെയാ കൂട്ടായ്മ. അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം, നീതി പ്രവർത്തി. അങ്ങനെ ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ വസ്ത്രമില്ലാതെ പണ്ടൊരുത്തം വന്നത് നമുക്കറിയാമല്ലോ അല്ലെ? കല്യാണത്തിന് രാജപുരത്തിന്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണത്തിൽ എല്ലാവരും വരാൻ പറഞ്ഞു. സമയത്ത് ഒറ്റ ഒരുത്തനും ഇല്ല. രാജാവിന് സങ്കടവും അരിശവും ദേഷ്യവും എല്ലാം കൂടെ വന്നേച്ചു. എന്തിയാടാ വിളിച്ചവൻ? ഒരുത്തൻ വന്ന് പറഞ്ഞു, ആരും വന്നില്ലെന്ന് പറഞ്ഞു. കുറി കൊടുത്തവരാരും വന്നില്ല. നമ്മുടെ ആൾക്കാർക്ക് പിന്നെ കല്യാണം വിളിക്കേണ്ട, വഴി കിടന്നൊരു കുറി കിട്ടിയാൽ മതി, അതെടുത്തോണ്ട് നേരെ പോവാ, സഹായം മുടക്കി. ഈ ക്ഷണിക്കപ്പെട്ടവരാരും കല്യാണത്തിന് വന്നില്ല. രാജാവിന് സങ്കടവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ. അപ്പൊ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ലല്ലോ, അതിന്തി എല്ലാവരും. അപ്പൊ പറഞ്ഞു, ഒരുത്തനെ കാളയുടെ പുറകെ പോയി, ഒരുത്തൻ ഇച്ചിരി നിലം മേടിച്ചു, ഒരുത്തനെ ഈടെയാ കല്യാണം കഴിഞ്ഞത്. വിളിച്ചവനാരും സമയത്ത് അവിടെ വായിക്കുന്ന ഒഴികഴിവ് പറഞ്ഞെന്ന്. സൈമൺ സാറാ കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ, ഒഴികഴിയും ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴിയും ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനുസാരം, മുട്ടക്കുണ്ടു കാലകളാൽ അവരനു പാരം, രാജാൽമജ വിരുന്നതിനി വരം, രാജാൽമജ വിരുന്നതിനി വരം, ഈ ഉപമയോ മകസാരം, രാജാൽമജ വിരുന്നതിനി വരം. അപ്പൊ വിളിച്ചവരാരും സമയത്ത് വന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, രാജാവ് പറഞ്ഞാണ്ട് വഴിത്തലക്കലൊക്കെ കിടക്കുന്നതിനെ വിളിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. വേലിയുടെ അടിയും വഴിത്തലക്കല് അമുക്കിനും മൂല അതിനെല്ലാം ഞാൻ തരാൻ പറഞ്ഞു. രാജഭൃത്യന്മാർ ചെടേന്ന് പോയി പറഞ്ഞേടേ എല്ലാവരും വരാൻ പറഞ്ഞു. രാജാവിൻ്റെ മോൻ്റെ കല്യാണം. ചുമ്മനക്കെട്ട് നിന്നവനെല്ലാം ചാടിയകത്ത് കയറി. വഴിത്തലയ്ക്ക് കിടന്നവനും വായി നോക്കി നിന്നവനും ആടക്കടയോടെ നിന്നവനും കലിങ്ക കയറി കാലും അനക്കിയിരുന്നവനും എന്ന് വേണ്ട ഒരു ജോലിയില്ലാത്ത സാഗരയൊന്നും ചാടി കല്യാണശാലയിൽ കയറി. ആ കൂട്ടത്തിലാണ് ഞാനും ഇതിനകത്ത് കയറിയത്. എനിക്ക് കുറുതന്ന് ക്ഷണിച്ചതല്ല, വഴിത്തലക്കിൽ വെറുതെ നിന്നതാ, ഒരു യോഗ്യതയില്ലാതെ നിന്നതാ, ഒരു അർഹതയില്ലാതെ നിന്നതാ. എന്നോടും പറഞ്ഞ് ചാടിഞ്ഞ് വരാൻ. അങ്ങനെ ഇതിനകത്ത് വന്നത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മിടുക്കനുണ്ടായിരുന്നു, അവനും വന്നു. സമയമായപ്പോൾ രാജാവ് പറഞ്ഞു വന്ന് വെച്ച് നോക്കി, വിരുന്നുകാരെ എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ അണ്ട് ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്നു. അപ്പം വന്ന് മര്യാദയ്ക്ക് സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ ഇതിനകത്ത് എങ്ങനെ വന്ന്?
അവൻ ചോദിച്ചു, ഇതല്ല കല്യാണ വസ്ത്രം. അതേതാ? ഇവിടെ അത് വാതിൽക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒറ്റ വാതിലാണ്, വാതിൽ വസ്ത്രം കൊടുത്ത് അങ്ങോട്ട് കയറ്റുന്നത്. അപ്പം ഇവൻ ചോദിച്ചു, ഏത് വാതില്? വാതിൽ അവിടെ ആളിനെ നിർത്തി കൊടുക്കുന്നുണ്ടെന്ന്, കല്യാണ വസ്ത്രം. രാജാവിൻ്റെ മോൻ്റെ കല്യാണമല്ലേ? അയ്യോ ഞാൻ കണ്ടില്ല. അപ്പം രാജാവ് ചോദിച്ചു, നീ എതിരെ കൂടെ ഇതിനകത്ത് വന്നേ? അവൻ പറഞ്ഞു, ഞാൻ മതിൽ യാതൊരു ഡൈവ് ചെയ്ത് വന്നതാന്ന്. അതാ നിനക്ക് വസ്ത്രം. നീ ഡൈവ് ചെയ്ത് ഈ മതിൽ ചാടി ഡൈവ് ചെയ്ത് വന്ന ഒത്തിരി എണ്ണം പെന്തിക്കോസിലുണ്ട്. മനസ്സിലായോ? ഇവന്റെ വല്യപ്പൻ പാസ്റ്റർ, ഇവൻ ഒറ്റ ഡൈവിനകത്ത് കയറി. അല്ലെ, നേരായ വാതിൽ കൂടെ വന്നതല്ല. നേരായ വാതിലിൽ കൂടെ വരുന്നത് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അനുതാപ ഹൃദയത്തോടെ വരുന്നത് ആ ശരിയായ വാതില്. ഇവൻ ഡൈവ് ചെയ്തതിനകത്ത് കയറിയതാണ്. ഞാൻ വിവരിക്കുന്നില്ല. രാജാവിന് കോപവും അരിശുമൊക്കെ വന്നേച്ച് കൃത്യമായിട്ട് പറഞ്ഞ്, അവൻ മതിലിയാടി വന്നതല്ലേ, അതെ, കൂച്ചി കെട്ടിയച്ച് മതിൽ വഴി എടുത്തിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് നേരെ മതിൽ വഴി എടുത്ത് സാറ് സൈമൺ സാർ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നത്. സാറ് കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ: പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തു പുറത്തുള്ള മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാനുള്ള ഉരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വെച്ചോടി, രാജാത്മജ ഇരുന്നതിവര്. അപ്പൊ ഇവനെ പിടിച്ചു കെട്ടി ആ മതിലിൽ കൂടെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞെന്ന്. ആർക്കും ആ ഗതി വരരുത്. അതുകൊണ്ട് അവിടെ ചെന്ന് നല്ല വസ്ത്രം ലഭിക്കണമെങ്കിൽ ഇവിടെ നീതിപ്രവൃത്തി ചെയ്യണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്. 10 ഏക്കറുള്ള അച്ചായൽ ആ സഭയിൽ ആരാധിക്കുന്നവർക്ക് വസ്തുവോ വീടോ ഇല്ലെങ്കിൽ ഒരു 10 സെന്റ് വെച്ച് 10 പേർക്ക് അങ്ങനെ കൊടുക്കുന്ന ദൈവമക്കൾ ഒത്തിരി ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അവരെ അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് ദാവീദിനോട് പറഞ്ഞതുപോലെ ആകാശമുള്ള കാലത്തോളം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ പ്രതിഫലം വാങ്ങിയിട്ട് തിരിച്ചൊരു വരവുണ്ട്. അതാണ് വിശുദ്ധന്മാരുമായിട്ടുള്ള വരവ്. അതാണ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ 2-ാം വരവിന്റെ 2-ാം ഘട്ടം. വിശുദ്ധന്മാരുമായി അവിടുന്ന് ഒരു വരവുണ്ട്. ആ വരവിനെ പറ്റി ആ വെളിപ്പാട് 1-ന്റെ 7 കിടക്കുന്നത് ആ വരവ് തന്നെയാണ്. ഈ തെസലോനിക്ക ലേഖനം 3-ന്റെ 13 കിടക്കുന്നത്. ഈ വരവിനെ പരാമർശിക്കുന്ന വാക്യമാണ് വെളിപ്പാട് 19-ന്റെ 11. ഒന്ന് വായിച്ചേ മോളെ. വെളിപ്പാട് 19-ന്റെ 11 എന്ന് പറഞ്ഞാൽ 2-ാം വരവിന്റെ 2-ാം ഘട്ടം, അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയല്ല, മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷത്തിന്റെ വാക്യമാണ് 19-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിര പ്രത്യക്ഷമായി. പിന്നെ ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിക്കുന്നു. പിന്നെ അവന്റെ പേരാണ് വിശ്വസ്തനും സത്യവാനും. പിന്നെ അവൻ നീതിയോടെ വിധിക്കുന്നു. നീതിയോടെ വിധിക്കുകയും പോരാടുക എന്ന് പറഞ്ഞാൽ സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിക്കുന്നു. അവന്റെ പേര് നീതിയും വിശ്വസ്തതയും. അവൻ ന്യായം വിധിക്കുന്നവൻ. അടുത്ത വാക്യം, അവന്റെ കണ്ണ് ഒന്നും മറവല്ലെന്നാ പറഞ്ഞത്. സകലതും വെളിപ്പെടുത്തും. സകലതും മറവല്ല, എല്ലാം വെളിപ്പെട്ടു വരും. അടുത്തത് പിന്നെ അത് ജയത്തെ കാണിക്കുന്നതാ. അവിടുന്ന് മാത്രമാ ജയാളി. അവിടുന്ന് എല്ലാത്തിനും ജയിച്ചു. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ചു. അങ്ങനെ ജയിച്ച് അവിടുന്ന് മരണത്തെയും ജയിച്ചു. മരണത്തിന്റെ അധികാരി അങ്ങനെ പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണവീതികളിൽ അടിമപ്പെട്ടിരുന്ന എന്നെയും നിന്നെയും അവിടുന്ന് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മാത്രമാ ജയാളി. അതാ ജയമുടി. പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അടുത്തത് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്ത വാക്യം, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. വ്യാഖ്യാനിക്കുന്നില്ല. അടുത്ത വാക്യം, അവന് ദൈവവചനമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലോ ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരാന്ന്? ഒറ്റ വാക്യം പറയാ, യേശു കർത്താവ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കേട്ടിരുന്ന ആ വചനം ദൈവം. അതാ വാക്യം, അവന് ദൈവവചനം എന്ന് പേർ. ഇത് കർത്താവാകുന്ന ഒരു തർക്കവുമില്ല.
സ്തോത്രം. യേശു ക്രിസ്തു വെള്ള കുതിരപ്പുറത്താ വരുന്നത്. അപ്പൊ കുതിരയുടെ നിറം പറ. ഉറക്കെ പറഞ്ഞു. വെള്ളയോട് വലിയ താല്പര്യമില്ലേ? കേബ്രാം പറഞ്ഞത് കടമെടുക്കുക, വെള്ള വരാതെ രക്ഷയില്ല രാജ. അങ്ങേര് പറഞ്ഞപ്പോഴേ എല്ലാവരും അങ്ങയുടെ നേരെ കുതിര കരുത്, നീ എൻ്റെ നേരെ കുതിര കരുത്, എടിയാക്കും. വെള്ളക്കുതിര, വെള്ളക്കുതിരപ്പുറത്ത് വരിക. ഇനി അടുത്ത വാക്യം. അവന് ദൈവവചനം എന്ന് പേർ അടുത്തത് സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരുവൻ കുതിരപ്പുറത്തിരിക്കുന്നു, അവന്റെ പേര് ദൈവവചനം, യേശു കർത്താവ്. കുതിരയുടെ നിറം പറ, വെള്ള. സ്വർഗത്തിലെ സൈന്യം അത് ദൂതന്മാരല്ല, ഇവിടുന്ന് എടുക്കപ്പെടുന്ന സഭയാ. ആ സഭ വെള്ളക്കുതിരപ്പുറത്ത് വിശേഷ വസ്ത്രം ധരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ ഇത് മൊത്തം ഈ വരവ് ഇങ്ങനെ കണ്ടാൽ ദൂരെ നിന്ന് നോക്കിയാൽ ഒന്നും പിടികിട്ടുകയല്ല, വെള്ളയാന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ സംഭവം തന്നെ വെളിപ്പാട് 1:7 യോഹന്നാൻ ആത്മാവ് ദർശിച്ചപ്പോൾ പരാമർശിച്ചത്. വായിച്ചേ മോളെ, വെളിപ്പാട് 1:7. പെട്ടെന്ന് സമയം പോയി, പോകാൻ നമുക്കെല്ലാം പോകാം. അവൻ മേഘാരൂഢനായി വരുന്നു. ഒന്നുകൂടെ നന്നായിട്ട് വായിക്കേ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഒന്നുകൂടെ വായിര്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരുന്നെന്ന് തോന്നും. മേഘത്തെ ഒന്നും ആർക്കും ഉടുക്കാനൊക്കെയല്ല, തുണി പോലും ചൊവ്വന് ഉടുക്കാൻ അറിയാൻ മേല. പിന്നെ മേഘാരൂഢൻ, മേഘത്തെ ചുറ്റിക്കൊണ്ട് ചെല്ലു പറഞ്ഞുകൊണ്ട് തേജസ്സിന്റെ വസ്ത്രം വാരി ചുറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നേരമില്ല, വെള്ളം എടുത്ത് വാരി ചുറ്റിയച്ച്. എടാ, അങ്ങേർക്ക് തുണി വാരി ചുറ്റേണ്ട കാര്യമില്ല, അങ്ങേര് തേജസാ. പിന്നെ തുണിയെല്ലാം കൂടെ വാരി ചുറ്റി, 10 മണിക്ക് യോഗം തുടങ്ങുക, എന്നാൽ തുണിയെല്ലാം കൂടെ ഉള്ളത് ചുറ്റിക്കൊണ്ട് പെണ്ണുങ്ങളെ ഇളക്കാൻ പറയുന്ന തേജസ്സിന്റെ വസ്ത്രം വാരി ചുറ്റി. ഇന്ന് ചുമ്മാ മറിയ നീ കിടന്ന് തുള്ളാതെ, അവിടുന്ന് തേജോമയനാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മേഘാരൂഢനായി വരുന്നെന്ന് പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരിക എന്ന് തോന്നും, പക്ഷെ മേഘമല്ല എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 19-11 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടുന്ന് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. സ്വർഗത്തിലെ സൈന്യം, ഇവിടുന്ന് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ പ്രതിഫലമെല്ലാം വാങ്ങി ആ വസ്ത്രമെല്ലാം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് ഒന്നിച്ചിങ്ങോട്ട് വരുന്ന വരവ് കണ്ടാൽ മേഘം ഉടുത്തോണ്ട് വരുന്നത് പോലെ തോന്നും. ശുദ്ധന്മാരെല്ലാം കൂടെ ഒന്നിച്ചുള്ള വരവാ. ദൈവത്തിന് മഹത്വം, അതാണ് മഹത്വ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയെ പറ്റിയ ഈ 3-ാം അധ്യായത്തിൻ്റെ 13-ാം. അപ്പം ഈ ഇടയ്ക്കൊരു കാര്യം പറയാം, ഈ വെള്ളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഈ വേദപുസ്തകം മൊത്തം പഠിച്ചേ, വെള്ളയ്ക്ക് ഈ സൈന്യം ദൈവസഭ വെള്ളക്കുതിരപ്പുറത്ത് അവിടുന്ന് ഇരിക്കുന്നതും വെള്ളക്കുതിര. ഇത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയ, മൊത്തം വെള്ള. എന്നാൽ ഇതിന് എതിർവശമുണ്ട്, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. അതിരിക്കുന്നത് വെള്ളക്കുതിരയല്ല, ഒരു ചുമന്ന മൃഗത്തിന്റെ. വായിച്ചേ മോളെ, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. ഒരു തള്ള ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കുന്നു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു ചുമപ്പുള്ള ഒരു മൃഗം. വെളിപ്പാട് 19-17 വെള്ളക്കുതിര, ആ മൃഗം വെള്ളയാ. ഇവിടെ വായിക്കുന്നത് കടും ചുമപ്പുള്ളൊരു മൃഗം. വ്യത്യാസം കണ്ടോ? പിന്നെ കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും അല്ലല്ല, അതിന്റെ മേളിലൊരു വാക്യം വിട്ടുപോയി. കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഞാൻ കണ്ടു. തള്ളയെ പറ്റി തന്നെ പറയാൻ. അപ്പൊ കടുംചുമപ്പ് നിറമുള്ളൊരു മൃഗത്തിന്റെ പുറത്ത് ഒരമ്മാമ്മ ഇരിക്കുന്നു. മനസ്സിലാകാനാ ഞാൻ അമ്മാമ്മ എന്ന് പറഞ്ഞു. അമ്മാമ്മയ്ക്ക് വേറെങ്ങും ഇരിക്കാൻ. അപ്പൊ തള്ള കയറി ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കുക. മൃഗത്തിന്റെ കളറ് കടും ചുമപ്പ്. ഇനി തള്ളയുടെ കളറ് വായിര്. വസ്ത്രം കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച്, അല്ല ഇവിടെ കേറ്റി ഒരു സ്ത്രീ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും. എന്നെ ഈ വിട്ട് വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചു. ആ സ്ത്രീ
ധൂമ്രവർണ്ണവും ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം കടുംചുവപ്പ് നിറമുള്ള വസ്ത്രം. അപ്പം ഈ സ്ത്രീ കടുംചുവപ്പ് നിറമുള്ള വസ്ത്രം, മൃഗത്തിന്റെ കളറ് ചുമപ്പ്, തള്ള ധരിക്കുന്ന വസ്ത്രം ചുമപ്പ്. ഇനി തള്ളയുടെ ആടയാഭരണം അടുത്ത വാക്യം വായിച്ചേ. പൊന്നും രത്നവും മുത്തും ആ അണിഞ്ഞോളായി. സ്ത്രീ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. തന്റെ വേശ്യാവൃത്തിയുടെ ആത്മീക വ്യഭിചാരം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അല്ലാതെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും മധ്യസ്ഥത വെച്ചാലും ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് ആത്മീക വ്യഭിചാരമാണ്. യേശുക്രിസ്തു മാത്രമായ ഏകദൈവം, അവിടുന്ന് മാത്രമാ സത്യദൈവം. ഈ സ്ത്രീ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയ. ലക്ഷണമാ കടും ചുമപ്പ് നിറമുള്ള മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന തള്ളയുടെ വസ്ത്രത്തിന് നിറവും ചുമപ്പ, കയ്യിലൊരു പാനപാത്രമുണ്ട്. അത് വായിച്ചു. തന്റെ വേശ്യാവൃത്തം മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവരിക്കുന്നില്ല. ഈ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ലക്ഷണമാണ് ചുമന്ന മൃഗം, ചുമന്ന വസ്ത്രം, കാതിലും കഴുത്തിലും എല്ലാം എമ്പിടിയുണ്ട്, മുത്തും രത്നവും പൊന്നും. എന്നാൽ താൻ നോക്കിക്കേ, ദൈവസഭയുടെ വരവ് വെള്ള കുതിര, മൊത്തം വെള്ള. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. അപ്പൊ നമ്മളെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കാതും കഴുത്തുമില്ല കുറച്ച് സഹോദരിമാരുണ്ടല്ലോ, വേണ്ടാന്ന് വെച്ച് ഒരു കല്യാണ വീട്ടിൽ ചെന്നേ ഉടനെ ഇട്ടവരെല്ലാം എല്ലാവരും അല്ല ചെല്ലുന്നു. ഉടനെ മറ്റേ പിള്ളേ പറഞ്ഞ് ബെന്തിക്കോസാണ്. പിന്നെ നമ്മളെ നോക്കണ്ട്. അപ്പൊ ലോകക്കാരുടെ മുമ്പിൽ നമുക്ക് ആക്ഷേപമാണ്. കാതിലുമില്ല കഴുത്തിലുമില്ല, കെട്ടിയതാണോ വാഴിച്ചതാണോ എന്നൊന്നും തിട്ടവുമില്ല. എപ്പോഴും നമുക്ക് മാരിയ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ ആക്ഷേപിക്കും. അങ്ങനെ ആക്ഷേപം സഹിച്ചു നിൽക്കുന്ന സഭയെ ചൂണ്ടിക്കൊണ്ട് സൈമൺ സാർ ഒരു വരി എഴുതി. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ട ബഹുരമണി, സുമുഖിയാമിവൾ കണ്ട ബഹുരമണി. അമ്പയറൂജലം അമ്പരിങ്കാറ്റയിൽ, അമ്പയറൂജലം അമ്പരെ വാഴുന്ന എന്തു മനോഹരം, അമ്പരെ വാഴുന്ന എന്തു മനോഹരം. സന്തോഷ് എടുക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. ആന്നുള്ളത് ഞാൻ വെച്ച ക്രാന്നായി പോകും. അമ്പയറൂജലം അമ്പരിങ്കാറ്റയിൽ, അമ്പയറൂജലം അമ്പരിങ്കാറ്റയിൽ, അമ്പയറൂജലം അമ്പരിങ്കാറ്റയിൽ, അമ്പരിങ്കാറ്റയിൽ, അമ്പരെ വാഴുന്ന
പ്രിയമാം അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ 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 അമ്പരി വരുന്ന നാളെന്തു മനോഹരം അമ്പരി വരുന്ന നാളെന്തു മനോഹരം അമ്പ യെരൂശലേം ദൈവം ദീർഘായുസ് തരട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ വിഷയം തീർന്നത് കൊണ്ടല്ല, സമയം പോയത് കൊണ്ട് അങ്ങ് നിർത്തുക. ഇനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്നാലും എവിടെ വെച്ചാലും കൂടാം. അതിൻ്റെ ഒരു മുഖവര പറയാനേ ഒത്തിട്ടുള്ളൂ. ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞാൽ യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചോണം. നിന്റെ ദുരിതവും പങ്കപ്പാടും കെടുതിയും മുഴുവൻ മാറും. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്തൊരു ശരീരം പ്രാപിക്കും. ഈ മന്മയമായ ശരീരം വിണ്മയമായ ശരീരം പ്രാപിക്കും. ഈ ക്ഷീണവും രോഗവും താഴ്ചയുള്ള ഈ ശരീരം ഒരു പുത്തൻ ശരീരം പ്രാപിക്കും. കോടി കോടി വിശുദ്ധന്മാർ ആമേൻ കാഹളം ധനിക്കുമ്പോൾ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ചൊരു പോക്കുണ്ട്. ആ പോക്കിനെ പറ്റി സങ്കീർത്തനക്കാരൻ പാടുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് പോലെ. ആ ഭാഗ്യപദവി പ്രാപിക്കണമെങ്കിൽ സ്നേഹിത സുഹൃത്ത്, നീ രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, ആത്മസ്നാനം പ്രാപിക്കണം. 4, കർക്കശമായി വേർപാട് പാലിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അമ്മ ഓടാനിരിക്കുക എന്നാ തോന്നുന്നത്. നമുക്ക് 2 ശീല പാട്ട് പാടിയ ചെങ്ങോടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. 2 ശീലേ പാടുകയുള്ളൂ. നമ്മള് കർത്തൃമേശ കഴിഞ്ഞ് പാടുന്ന പാട്ട് പാടി 2 ശീല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം.